ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല, എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ക്രാഫ്റ്റൊന്നും വേണ്ട, നമുക്ക് എൻ്റെ അമ്മേൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വിഷു ആണ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇതിലൂടെ റോട്ടിലൂടെയൊക്കെ വണ്ടി വരുന്നതുകൊണ്ടാണ് വഴി ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യേണ്ടത് വന്നത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഈ ഒരു ഫ്ലവറിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഫ്ലവർ, ഈ ഒരു ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അതായത് ഒരു ജാസ്മിൻ്റെ സ്മെല്ലാണ് കേട്ടോ. എക്സാക്റ്റ് ഒരു ജാസ്മിൻ സ്മെല്ലാണ്. പക്ഷേ ഇത് ജാസ്മിൻ അല്ല, പക്ഷേ എക്സാക്റ്റ് ഒരു ജാസ്മിൻ സ്മെല്ലാണ് ഇതിനുള്ളത് കേട്ടോ. നല്ല സ്മെല്ലാണ്. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ കുറേ ഇങ്ങനെ മുട്ടിട്ടിട്ടുണ്ട്, ഇങ്ങനെ വിടരാനായിട്ട് നിൽക്കില്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റേജിങ്ങിൽ നിറയുണ്ട് കേട്ടോ. നിറയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയുണ്ട്. ഈ പ്ലാന്റ് എന്താണെന്ന് പേര് നിങ്ങൾക്കറിയോ? പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇത് ജാസ്മിൻ്റെ സീസണിലാണ് ഇത് ഫ്ലവർ ചെയ്യുക. നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലവറിൻ്റെ സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ സ്മെൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് പ്ലാന്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്തുള്ളത്. അവിടെയൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ കളിമണ്ണൊക്കെ കിട്ടും. പക്ഷെ എനിക്കിപ്പോൾ കിട്ടുമോയെന്നറിയില്ല. ഞാൻ കുറേ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഇത് കുറേ മുന്നത്തെയാണ് കേട്ടോ. കുറേ മുന്നേ പ്ലാന്റ് ചെയ്തതാണ്. ഞങ്ങൾ കുറേ ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. വീട് കുറേ ദിവസം ക്ലോസ്ഡ് ആയിരുന്നു. ആരുമില്ലാതെ അടച്ച് ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീടിൻ്റെ ഒരു എക്സാക്റ്റ് സംഭവം കാണിച്ചത്, ഞാൻ റോഡിൻ്റെ ഭയങ്കര ശാന്തമായിട്ടുള്ള റോഡാണ്. ഇതാണ് വീട്. ഓക്കെ, ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെയുണ്ട് അവിടെയുണ്ട് ഗേറ്റ്. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ബോയ്സ് ഇരിക്കുന്നുണ്ട്. അവർ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടു. അതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസസ് ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പണ്ടൊക്കെ ചെടിയുടെ ചട്ടിയുടെ അവിടെ കണ്ടോ, ആ കോർണറിൽ അവിടെയാണ് ചെടി. ഇങ്ങനെ എല്ലായിടെ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങൾ പുതിയ വീടൊക്കെ എടുത്താൽ ചെടിയൊക്കെ അങ്ങോട്ട് മാറ്റി. പിന്നെ ഇവിടെ കുറേ ദിവസം ക്ലോസ്ഡ് ആയിരുന്നു. ഇതാണ് ഒരു മാംഗോ. അത്യാവശ്യം നല്ല മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ അടിച്ചു വരിക ഇതൊക്കെ ഉണ്ടാവും, ഇലകളൊക്കെ. പിന്നെ ഞാനിപ്പോൾ വന്നാലേ വേസ്റ്റിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെയാണ് ഇവിടെ. ഇപ്പം വേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവങ്ങളുടെ ഒരു കൂടാരം. ഇങ്ങനെയാണ്. ഇത് കാർപ്പോച്ച കേട്ടോ. അതിനകത്ത് കാർപ്പോച്ചാണ്. പിന്നെ ഇങ്ങനെ വന്നാലും ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഫുള്ള് ഒറ്റ മരത്തിൻ്റെ ബ്രാഞ്ചസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതിലൂടെ ഒക്കെ കുറേ ഓടിക്കളിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വിറകൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. ഇതാണ് നമ്മുടെ വിറക് സൂക്ഷിക്കുന്ന സ്ഥലം. കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അവിടെ ഇങ്ങനെ തേങ്ങ, കോക്കനറ്റിൻ്റെ എന്തോ ഷെൽസൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ്. ഇവരുടെ വരെ അതിൻ്റെ ബ്രാഞ്ച് വരുന്നുണ്ട്. ഇതാണൊരു സൈഡ്, നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ്. പിന്നെ അതിനകത്ത് ഇവിടെ ഉണ്ട് കുറച്ച് സ്റ്റോൺസൊക്കെ. ഈ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നമ്മുടെ എന്തോ ഒരു കാര്യമുണ്ടല്ലോ, സ്റ്റോൺ ഇഷ്ടപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. വെള്ളാരം ഇല്ല എന്തോ ഒന്നുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ കളർ കോഴികൾ ഉണ്ടായില്ലേ, അതിനെയൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്ന സ്ഥലമാണ്. പിന്നെ തേനീച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മനെ ഒന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. കളർ കോഴികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇത്തിരി സ്പേസസ് ഇങ്ങനെ വെറുതെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. കാട് വെട്ടാതെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇങ്ങനെയായിരിക്കും ഇങ്ങനെ വരുമ്പം ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇതാണ് കിണർ. പക്ഷെ ഇവിടെ നല്ല വെള്ളം എടുക്കൽ ഉള്ളിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഒരു പൈപ്പുണ്ട്. പിന്നെ അവിടെ ഒരു പൈപ്പുണ്ട്. ഇത് അലക്ക് പൈപ്പാണ്. അലക്ക് കല്ലും പൈപ്പും. അപ്പം ഇതിനകത്ത് കുറേ
ഇങ്ങനെ ഇതിൻ്റെ പേര് ഓർക്കാപ്പുളി എന്നാണ് എനിക്കറിയാവുന്ന പേര്. വേറെ എന്തോ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേര് ഓർക്കാപ്പുളി തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ അതാണ് പഠിച്ചത് കേട്ടോ. അതിൻ്റെ ലീഫാണ് ഇത്. ഇവിടേക്ക് അങ്ങനെ പറയാം. എൻ്റെ ഉപ്പൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് വേറെ പേരെന്തെങ്കിലുമൊക്കെ അറിയില്ല കമൻറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങൾ. ഈ കാടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒളിച്ചുകളി കളിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ആയിരുന്നു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അഴിച്ചിട്ടതാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, കുറേ കാലം, കുറേ ദിവസങ്ങളോളം ആ ഊഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉൾഭാഗം ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇവിടെ കറണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ റോക്കാണ്. ഓക്കെ, ഒരു റോക്കാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ റോക്കുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു സൈഡ്. അതായത് ഈ രാത്രിയിലൂടെ പുറത്തേക്ക് ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതും ഒരു മാങ്ങയുടെ മാംഗോ ട്രീ ആണ്. അത് ചക്ക നമ്മുടെ പിന്നെ അവിടെ എവിടെയോ സീതാപ്പഴത്തിൻ്റെ ഒരു മരമുണ്ട്. പിന്നെ ഇങ്ങനെ ഓല പിന്നെ ആ ഭാഗമൊക്കെ നോക്കിയൊക്കെ എന്ത് ഭംഗിയാണ്. പക്ഷേ കാടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതും ഒരു മാങ്ങ മരമാണ് കേട്ടോ. ഒരു ട്രീയിൽ നിന്നും അത്യാവശ്യം നല്ലോണം ബ്രാഞ്ചസ് ഉണ്ട്. ഇങ്ങനെയാണ്. പിന്നെ അവിടെയും ഒരു മാംഗോ ട്രീ ഉണ്ട്. ഇതും ഒരു മാംഗോ ട്രീ ആണ്. പിന്നെ ഇപ്പുറത്ത് ഒരു ചെറിയുടെ ട്രീ ഉണ്ട്. അതിന് ചെറിയ ഉണ്ട്, പക്ഷേ പറിക്കാനുള്ളൊരു മടിയല്ല, കാടൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. അപ്പം ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരെ